നമ്മുടെ ജീവിതത്തിൽ വരുന്ന ടഫ് സിറ്റുവേഷൻസിനെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാം? മെജോറിറ്റി കേസസിലും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് നമ്മളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പലപ്പോഴും നമുക്ക് അറിയാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. സോ റീസെൻ്റ്ലി നമ്മളിപ്പം ഒത്തിരി ന്യൂസുകൾ കാണാറുണ്ട്. കുട്ടികൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യുക. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ കണ്ടൊരു ന്യൂസായിരുന്നു, ഗെയിമിൽ തോറ്റതിന് വേണ്ടിയിട്ട് ഒരു 14 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അപ്പം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്ന് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്കില്ലും കൂടെയാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് വന്നവരാണ്. അപ്പോൾ അവർക്കതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നം, പേരൻസ് ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും നമ്മുടെ കുട്ടികളെ നല്ലതുപോലെ പാമ്പർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യാനോ അതിനെ ചെറുത്ത് നിൽക്കാനോ അവർക്ക് കേപ്പബിൾ ആവുന്നില്ല. സോ അത് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒന്നൊരു കാര്യം അതിനെ ഫേസ് ചെയ്യാൻ നമ്മളൊരു ധൈര്യം കാട്ടുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇത് സാധിക്കില്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയൊരു പ്രശ്നമുണ്ടാകും എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പ്രശ്നങ്ങളെ നേരിടുന്നത്. അതൊഴിവാക്കിയിട്ട് എന്തും വരട്ടെ എന്നുള്ളൊരു ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം നമ്മൾ കാട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുവാനായിട്ടുള്ളത്. സപ്പോസ് നമ്മൾ നേരിടുന്ന പ്രശ്നം വളരെ അനായാസമായി ചിലപ്പോൾ കടന്നു പോകാം. നമ്മൾ ആ ഒരു നിമിഷത്തിലൂടെ കടന്നു പോയെങ്കിലും നമുക്കത് അറിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഫേസ് ചെയ്യാനെ കൊണ്ട് എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫേസ് ചെയ്യുക. നമ്പർ 2 എന്ന് പറയുന്നത്, എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ല ഫേസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പോകുന്ന ജേർണിയിലായിരിക്കാം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പം വേൾഡ് ലീഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇടയ്ക്ക് തന്നെയാണെങ്കിൽ മാർക്ക് സുക്കർബർഗിൻ്റെ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, എല്ലാവർക്കും എല്ലാം ആദ്യമേ അറിയില്ല, തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തുടങ്ങിക്കഴിയുമ്പം നമുക്ക് അടുത്ത പാത തെളിയുന്നുള്ളത്. നമ്മളൊരു കാർ ഓടിക്കുമ്പം നൈറ്റ് പോകുന്ന സമയത്ത് നമ്മളൊരു ഹെഡ്ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഒരു 10 മീറ്റർ അല്ലെങ്കിൽ ഒരു 30 മീറ്റർ വരെ ചിലപ്പോൾ ലൈറ്റ് പോകും. അതിനപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും, വണ്ടി മുന്നോട്ട് പോകും തോറും നമുക്ക് വഴി കണ്ടുവരും. നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളും അതേപോലെ തന്നെയാണ്. ഓരോന്ന് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടാം. അപ്പം ആ രീതിയിൽ ഫേസ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം.